ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല പള്ളിപ്പാട്, കുമാരപുരം, തൃക്കുന്നപ്പുഴ, കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിൽ സ്വീകരണ പര്യടനം നടത്തി. UDF നേതാക്കൾ നേതൃത്വം നൽകി. ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല പള്ളിപ്പാട്, കുമാരപുരം, തൃക്കുന്നപ്പുഴ, കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തുകളിൽ സ്വീകരണ പര്യടനം നടത്തി. വാഴക്കുളം ജംഗ്ഷനിലെ സ്വീകരണത്തിൽ മഹാരാഷ്ട്ര മുൻ മന്ത്രി വിശ്വജിത് കദം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പങ്കുചേർന്നു. വഴുതാനത്തെത്തിയപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ പര്യടനത്തിൽ ചേർന്നു. വഴുതാനത്തും പുല്ലമ്പടയിലും നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണം ലഭിച്ചു. പള്ളിപ്പാട് കവലയിൽ നിന്നാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് ഞാൻ കഴിഞ്ഞ 5 തവണ ഇവിടെ നിന്ന് വിജയിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത്. രാഷ്ട്രീയ എതിർപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെയും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. അത് CPM-കാരാണെങ്കിലും CPI-കാരാണെങ്കിലും BJP ആണെങ്കിലും എല്ലാവരെയും MLA എന്ന നിലയിൽ ഞാൻ ചേർത്ത് പിടിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതാണ് എന്റെ ഉത്തരവാദിത്വം, എന്റെ സംസ്കാരം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ അനാവശ്യമായി ആക്ഷേപിക്കാനും അപമാനിക്കാനുമുള്ള ശ്രമം നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടുന്ന് MLA ആയ ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം, ഞാൻ മന്ത്രിയായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹരിപ്പാടുകാർക്ക് തലകുനിക്കേണ്ട ഏതെങ്കിലും ഒരു ചെറിയ സംഭവം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഒരാൾക്കും പറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലെ മാന്യതയും സാംസ്കാരിക ബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പ്രവർത്തിച്ചു. ഇപ്പൊ കുറെ ആളുകൾ BJP-യുടെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കാൻ ശ്രമം നടന്നു. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല ഹരിപ്പാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർ 9-ാം തീയതി ഇവിടുത്തെ ജനങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ അവർക്ക് മറുപടി നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിവിടെ ചെയ്തിട്ടുള്ളതൊക്കെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. കുടിവെള്ളമില്ലാത്തടത്ത് കുടിവെള്ളം, തോട്ടിലെ വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം അവസാനിപ്പിച്ച് അവർക്ക് കുടിവെള്ളം, ചിരട്ടയെടുത്തുകൊണ്ട് മണ്ണ് മാറ്റി ആ ചിരട്ടയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ച ഒരു കാലം ആറാട്ടുകുടിയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് മാറ്റിയത് രമേശ് ചെന്നിത്തല MLA ആയ ശേഷമാണ്. കറണ്ട് കിട്ടാതെ വീട്ടിൽ മിന്നുന്ന മണ്ണെണ്ണ വിളക്കിന്റെ കീഴിൽ പഠിച്ച ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഇന്ന് ഹരിപ്പാട് സമ്പൂർണമായ വൈദ്യുതീകരണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. കടൽക്ഷോഭം പോലും കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കടൽവൃത്തിയും പുലിമുട്ടുമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തതാരും മറക്കരുത്. 500 കോടി രൂപയുടെ പുതിയ നമുക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതി, ഹരിപ്പാട് കുടിവെള്ള പദ്ധതി അന്തിമ ഘട്ടത്തിലാണ്. ഇവിടെ പല സ്ഥലങ്ങളും ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഒരാൾ മരിച്ചാൽ അയാളെ അടക്കാൻ ഒരു വൈദ്യുതി ശ്മശാനമില്ല. കുമാരപുരം, കാർത്തികപ്പള്ളി, തൃക്കുന്നപ്പുഴ മേഖലയിലും സ്വീകരണം നൽകി. വിവിധ യോഗങ്ങളിൽ UDF നിയോജക മണ്ഡലം ചീഫ് കോർഡിനേറ്റർമാരായ AK രാജൻ, MK വിജയൻ, ചെയർമാൻ അനിൽ B കളത്തിൽ, കൺവീനർ ജോൺ തോമസ്, കോഓർഡിനേറ്റർമാരായ KK സുരേന്ദ്രനാഥ്, ഷംസുദ്ദീൻ കായ്പുറം, നേതാക്കളായ മുഞ്ഞിനാട് രാമചന്ദ്രൻ, ജേക്കബ് തമ്പാൻ, S വിനോദ് കുമാർ, VK നാഥൻ, രഞ്ജിത്ത് ചിങ്ങോലി, MA അജു, കീച്ചേരി ശ്രീകുമാർ, മിനി കൃഷ്ണകുമാർ, R മോഹനൻ, രാജേഷ്, ശശിധരൻ, സുരേഷ് രാമകൃഷ്ണൻ, G സുരേഷ്, ഗ്ലെമി വാലടി തുടങ്ങിയവർ പങ്കെടുത്തു. CD ന്യൂസ്, ഹരിപ്പാട്.